ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷവും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗിലില്ലേ എൻ്റെ ഒരു ഫുൾ റൊട്ടീന് ഷെയർ ആക്കുന്നുണ്ട്. പിന്നെന്താ ഒരു റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുന്നുണ്ട്. അപ്പം വ്ളോഗിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തത് എൻ്റെ കുട്ടികൾ രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കിന് സ്കൂളിൽ പോകാൻ തുടങ്ങും. ആ സമയം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ആൾ വേഗം റെഡി ആയിട്ടല്ലോ നിന്നിട്ടുണ്ട്. മൂത്ത ആൾ കുറച്ച് സ്ലോവാണ്. ഞാൻ വേഗം റെഡി ആകുന്നല്ലോ മോളോട് ഇങ്ങനെ പറയല. കുറച്ച് വഴക്കും കാര്യങ്ങളെല്ലാം കേട്ടിന്. കാരണം 7 ആകുമ്പോഴേക്കിന് ബസ് വരുവേ. എന്നിട്ട് അതുകൊണ്ട് തന്നെ എന്നോട് ചിരിച്ചിട്ടെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ഇവരില്ലേ രാവിലെ 7 മണിക്ക് പോയാൽ വൈകുന്നേരം 4 മണിക്കാണ് വരിക. അപ്പോൾ മക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഉച്ചക്കത്തെ ലഞ്ചും കൊടുത്ത് വിടണേ. ഇതിപ്പോൾ എനിക്ക് ഈ സമയം നമുക്ക് മക്കളെ അയക്കണമെങ്കിൽ രാവിലത്തെ 5 മണിക്ക് എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താലേ എനിക്കൊരു 6:30 ആകുമ്പോഴേക്കന്നെ ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് കുട്ടികളെ റെഡിയാക്കാൻ പറ്റും. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് 1 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ബസ് വന്നിനെ. അങ്ങനെ ഈ സമയമാകുമ്പോഴേക്കാണ് എനിക്ക് മീൻ വണ്ടിയും പാലും എല്ലാം ഈ സമയത്ത് തന്നെ വരിക. അധികവും ചിലപ്പോൾ ബസ് ലേറ്റ് ആകുമ്പോൾ ഇത് രണ്ടും എനിക്ക് മിസ്സാകലാണ്. പാലിപ്പോൾ കുറേ ആയി വാങ്ങാത്തത്. കാരണം മക്കൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പാല് പോവും. അങ്ങനെ ഇന്നിപ്പം മീൻ വണ്ടി കണ്ടുകൊണ്ട് മോൾ കുറേ ആയി ചെമ്മീൻ വാങ്ങാൻ പറയുന്നുണ്ട്. ഞാനങ്ങനെ മീനൊന്നും ഇപ്പം വാങ്ങലില്ല. കാരണം എന്തെല്ലോ കേൾക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ വാങ്ങാനെല്ലാം ഒരു പേടിയാണ്. അങ്ങനെ ഇന്നെന്തായാലും ചെമ്മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്മീൻ വാങ്ങല. ഇതിനെ കൊണ്ടൊരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കല ഫ്രഷ് തന്നെയാണോ മീനല്ലോ, എങ്ങനെയല്ല നല്ല തന്നെയോ. അതെല്ലാം പറഞ്ഞ് ട്രോളിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ട് എന്നല്ല പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മഴ പെയ്യുന്നുണ്ടേനു. ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത് മഴയെല്ലാം ആസ്വദിച്ച് അങ്ങനെ കുറച്ച് സമയം നിൽക്കും കേട്ടോ. എന്നിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഇക്ക ഉണ്ട്. ഞാൻ കുറേ ആയി ഇക്കക്ക് രാവിലെ എന്തെങ്കിലും കടിയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് റൊട്ടി വാട്ടിയതാണ്. ഇക്കാക്കും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം ഈ സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇക്കയുടെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. സാധാരണ ഇക്ക നേരത്തെ പോവും, അതുകൊണ്ടൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ. വലിയ പണിയൊന്നുമില്ല. ഒരു മുട്ടയും പാലും കുറച്ച് പഞ്ചസാരയും ഏലക്കായും എല്ലാം ഇടും. എന്നിട്ട് ഇത് നെയ്യിലാണ് വാട്ടിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇക്കാക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ല. ചിലപ്പോൾ എൻ്റെ മൂഡ് പോലെ ഞാൻ ഒന്നെല്ലാം തിന്നാലായി. ഇതിലിങ്ങനെ മുക്കിയെടുത്തിട്ട് ഒരു ചെറിയ മീഡിയം സ്ലിമ്മിലിട്ട് കുക്കാക്കി എടുക്കണേ. അധികവും ഇക്ക രാവിലെ തന്നെ നേരത്തെ പോവും. ഒരു 6 മണി അതിന് മുമ്പെല്ലാം പോവും. അതിൻ്റെ ഇക്കാൻ്റെ പണി ഇക്ക ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ഏതെല്ലാം സമയവും അങ്ങനൊന്നും ഒരു കണക്കില്ല. എപ്പോൾ ഇക്കാക്ക് കോൾ വരുന്നത് ആ സമയം ട്രിപ്പിന് പോകല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഈ സമയത്ത് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കലാണ്. ഇത് ഭയങ്കര ഇഷ്ടം ഇക്കാക്ക്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇക്ക എണീക്കുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കല. അധികമില്ലേ നാസ്ത ഒന്നും കഴിക്കാണ്ടായിക്ക പോലെ. കാരണം നേരത്തെ പോകുന്നതുകൊണ്ടൊന്നും അങ്ങനെ നാസ്ത ഒന്നും കഴിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇക്ക ഒപ്പരമുള്ളവരോ എന്തിലെല്ലോ സ്പെഷ്യലെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇന്ന് പിന്നെ ഞാൻ കുട്ടികൾ പോകുമ്പം തന്നെ നാസ്ത എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതും ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക എണീക്കുന്നതിന് മുമ്പേ ഒന്ന് സെറ്റാക്കി എടുക്കല. അങ്ങനെ ഇക്ക കുളിച്ച് റെഡി ആയിട്ടുള്ളുണ്ട്. അങ്ങനെ നമുക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടുള്ള ചായ എല്ലാം സെറ്റാക്കി എടുക്കല. നീർദോശയില്ലേ, അതാണ് നമ്മൾ പച്ചരി കുതിർത്തിട്ടുള്ള ദോശയില്ലേ, പച്ചരിയും ചോറും കൂട്ടി അരച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ചുടുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് രാവിലെ ഉണ്ടാക്കും, രാത്രിയും ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ചായ കൊടുക്കല. പിന്നെന്താ ഇക്ക ഇന്നലെ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ വണ്ടി കഴുകാനുണ്ട്. ഇക്ക വണ്ടി കഴുകിയതിന് ശേഷം അനക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. എനിക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനവും കാര്യങ്ങളെല്ലാം വാങ്ങാൻ ഒന്ന് ചക്കരക്കല്ല് വരെ പോകണം. അപ്പോൾ സംഭവം എനിക്ക് ചെറിയ പർച്ചേസിങ്ങേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ചെറിയ കുറച്ച് സാധനം. അപ്പോൾ ഇക്ക ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, കാരണം ഹെൽമെറ്റ് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയി വരാമെന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ല. സംഭവം നമ്മൾ ഇടാത്ത സമയത്താണല്ലോ നമുക്ക് പണി കിട്ടാൻ. അങ്ങനെ ഇക്കാന് പോലീസ് കണ്ടിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1000 റുപ്യ ഫൈൻ കിട്ടി. ഞാൻ അന്നേരം പറഞ്ഞിന് ഇക്കാനോട്, ഹെൽമെറ്റ് ഇട്ടോ പോലീസ് ഉണ്ടാവും, വേണ്ട കുഴപ്പമില്ല വേഗം പോയി വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായില്ല. അങ്ങനെ വെറുതെ ആ പൈസ പോയി. പിന്നെ കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടായിരുന്നു, ലേസും കാര്യങ്ങളും എലാസ്റ്റിക്കും അങ്ങനെയല്ലോ. ഇതെല്ലാം നമുക്ക് വാട്സപ്പിൽ എന്തെല്ലാം വാങ്ങണ്ടേന്നുള്ളത് സെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കണം. അതുകൊണ്ട് തന്നെ ഞാനിത് പഠിക്കുന്നില്ല, അതുകൊണ്ടൊന്നും കുറേ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് സാധനങ്ങളെല്ലാം ആയിട്ടേ വാങ്ങിയിട്ടുള്ളൂ, കാരണം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് കുറച്ച് നേരം ആടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കല. ഇതിപ്പോൾ നമുക്ക് പെണ്ണുങ്ങന്മാർക്കുള്ള സംഭവമാണല്ലോ, കുറേ കാര്യങ്ങളും ഇതെല്ലാം നോക്കൽ. അങ്ങനെ അതെല്ലാം വാങ്ങി സെറ്റായി അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് പിന്നെ പച്ചക്കറി പീടികയിലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് വീട്ടിലേക്ക് പച്ചക്കറി സാധനമെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ചിക്കനും വാങ്ങാനുണ്ട്. അങ്ങനെ അവിടെ അടുത്തുള്ള കടയിൽ തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങലാണ്. മക്കൾക്ക് രാവിലെ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ചില സമയമെല്ലാം സാധാ നമ്മളെ നോർമൽ ചോറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം വേഗം തലേന്ന് സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വെക്കല. നമ്മളിപ്പോൾ മാസത്തിൽ സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടാവില്ല. അങ്ങനെ ചിക്കൻ വാങ്ങുന്ന കടയിലില്ലേ കറണ്ടില്ലേ, ഇപ്പം മഴ ആയാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകല. അപ്പോൾ അയാളില്ലേ ഇങ്ങനെ നമ്മളെ മൊബൈലിൽ ടോർച്ചാക്കിയിട്ട് കവറിൽ തൂക്കിയിട്ടിട്ടെല്ലാമാണ് നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് തന്നത്. ഇക്ക പറയുന്നുണ്ടേനു അയാൾ എങ്ങനെയല്ലോ കട്ട് ചെയ്യുന്നതെന്ന്, കണ്ണൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്, അതിന് ഉള്ള ആവശ്യമുള്ള സാധനമാണ് ഇതിപ്പോൾ. ഞാൻ രാവിലെ തിളക്കുന്ന വെള്ളത്തിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അത് കുതിർത്തെടുത്തതാണ്. ഇതും കൂടി ഈ കാണുന്ന ഐറ്റംസും കൂടി ഈ പുഴുങ്ങലരിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ കാണിക്കുന്നത് മീനടയാണ്, ചെമ്മീൻ വെച്ചിട്ടുള്ള മീനടയാണ്. അധികവും അയില വെച്ചിട്ട് ഉണ്ടാക്കാം, വലിയ അയില വെച്ചിട്ട്. പക്ഷേ എനിക്ക് അയില മീൻ വലിയ ഇഷ്ടമൊന്നുമല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മുള്ളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചെമ്മീൻ വെച്ചിട്ട് ആക്കൽ. അപ്പോൾ ഈ സാധനമെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു തേങ്ങൻ്റെ പകുതി മുഴുവൻ എടുത്തിട്ടുണ്ട്. അതും ഒരു 2-3 കഷ്ണം ഉള്ളിയും പിന്നെ ഒരു ടേബിൾ സ്പൂണെല്ലാം വലിയ ജീരകം അതും ഇട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒറോട്ടിപ്പൊടി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കും. എന്നിട്ടാണ് ഇത് ചുടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അതും പോരാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഉമ്മെല്ലാം ചെയ്യൽ. എനിക്കും ഇങ്ങനെ തന്നെ ഇഷ്ടം. വെറും ഒറോട്ടിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്തെല്ലോ പോലെയാണ്, കാരണം ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ എല്ലാം ഫീൽ ചെയ്തിന്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ അരി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് മീനട ഉണ്ടാക്കിയെടുക്കൽ. ഇത് ഞാൻ അധികം ഉണ്ടാക്കാറില്ല, കാരണം
പിന്നെ രാവിലെ കുട്ടിയൊക്കെ പോകുന്ന സമയത്തൊന്നും ഇതങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് പണിയില്ലേ. അപ്പോൾ മോള് കുറേ ദിവസമായി പറയുന്നു, ഉമ്മ ഇത് ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ ഓള് വരുമ്പോഴത്തേക്ക് ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡായിട്ട് ഉണ്ടാക്കലാണ്. പിന്നെ ഇക്കാക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ സാധനത്തിനോടൊന്നും. അതുകൊണ്ടും തന്നെ ഞാൻ അധികം ഉണ്ടാക്കാറുമില്ല. ഈ മസാല ഐറ്റംസ് പോലത്തെ കാര്യങ്ങളെല്ലാം ഒന്നും ഓർക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഇത് കക്കറോട്ടി, പിന്നെ നമ്മളെ ഇറച്ചിച്ചോറില്ലേ, അതൊന്നും വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇക്കടെങ്കിലും ട്രിപ്പെല്ലാം പോകുന്ന സമയത്തെല്ലാം ഞാൻ ഉണ്ടാക്കില്ല. കാരണം ഒരു സമയത്ത് തന്നെ 2-3 ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഉണ്ടാക്കാം. ഇതിപ്പില്ലേ, ഇതിലേക്ക് വേണ്ട മസാലക്കുള്ള ഐറ്റംസാണ്. കുറച്ചധികം തന്നെ തേങ്ങ എടുത്തിന്, പിന്നെ കുറച്ച് ജീരകം, കുറേ വേണ്ട കേട്ടോ, കുറച്ച് നമ്മൾ തേങ്ങക്ക് കണക്കായിട്ടുള്ള ജീരകവും, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം ഇട്ടിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അരക്കുമ്പോൾ നല്ലോണം അരയേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് ഒതുങ്ങിയിട്ട് കുറച്ചൊന്നും അരയണോ, എന്നാലും നല്ല മഷി പോലെ അറിയണേ, ആ രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. എന്നാലാണ് മസാലയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും. അങ്ങനെയാ ഉമ്മെല്ലാം പറയൽ, നല്ലോണം അരയാൻ പാടില്ല എന്നല്ലോ. അങ്ങനെ ഇത് ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ അരച്ച് വെച്ചിട്ടില്ലേ മാവ്, നമ്മൾ അരി അരച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒറോട്ടിപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കലാണ്. നമ്മൾ സാധാ ഒറോട്ടി ചൂടുന്നതിൻ്റെ എല്ലാം ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ലൂസാവണ്ട. അപ്പോൾ പിന്നെ മീനട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ ഇതെല്ലാം കുഴച്ചെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ആയിക്കിട്ടണം. അങ്ങനെ ഞാൻ മീനടൻ്റെ മസാല റെഡിയാക്കലാണ്. ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 മീഡിയം സൈസ് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇതിനാവശ്യമുള്ള അത്ര രീതിയിലാണ്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഉള്ളി ഇട്ടെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ അറിയൂ. പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിന്. സംഭവം വേഗം കാലിയായിന്. അങ്ങനെ ഉപ്പെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കലാണ്. ഒന്ന് നല്ലോണം വഴന്ന് വരട്ടെ. ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് സാധാ നമ്മൾ മീനെല്ലാം പൊരിക്കുന്ന പോലെ തന്നെയാണ് ഇത് മസാല പുരട്ടിയിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്യലാണ്. ഉള്ളിയെല്ലാം വഴന്ന് വരുമ്പോൾക്ക് ഈ ചെമ്മീൻ അങ്ങ് ഫ്രൈ ആയി കിട്ടുമല്ലോ. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇട്ടിട്ടില്ല, കാരണം ഞാൻ മസാലയിൽ ഇട്ടിനല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ചധികം പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് സംഭവം എരിവുള്ള മുളകാണ്, നമ്മൾ ഉണ്ടമുളകില്ലേ, ആ മുളകായതുകൊണ്ട് അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ചെമ്മീനിലേക്ക് കറക്റ്റ് എരിവാണ്. ഇതിപ്പോൾ കാക്കിനും ചെമ്മീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിലേക്ക് ഈ പച്ചമുളക് കണക്കാട്ടോ, ഈ മസാലയെല്ലാം കറക്റ്റാണ്. അങ്ങനെ 2 മീഡിയം സൈസ് തക്കാളി, ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഇതാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത്, നല്ലോണം നമ്മൾ കറിക്കലാകുന്ന പോലെ അരിഞ്ഞിട്ടില്ല, ഈ ഒരു രീതിയിൽ ആയി കിട്ടണം. അങ്ങനെ ചെമ്മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്.
അതിൻ്റെ മസാലയും മൊത്തമായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടുമല്ലോ. ശേഷം ഒന്ന് നന്നായി മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയും മസാല മതി, കൂടുതലൊന്നും വേണ്ട. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി ആയാലും രാവിലെ ആയാലും അഥവാ നമ്മൾ വൈകുന്നേരത്തെ ചായക്കുള്ള കടിയായിട്ട് യൂസ് ചെയ്യാനും നല്ല രസമാണ്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അഥവാ ഇങ്ങനെ ഗരം മസാല പൊടി ഇട്ടിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. വേറെ തന്നെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യലുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ മസാല എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയൊന്ന് ചെറിയൊരു ഫ്ലെയിമിൽ ഇതൊന്ന് ദമ്മായിട്ട് വരട്ടെ. ഇത് ഞാൻ വാഴയില നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിനെ, മുറിച്ച് വെച്ചിട്ട് അതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വാഴയില മുറിക്കാൻ പോലെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. മഴയത്ത് എന്തായാലും പോകാൻ കഴിയില്ലല്ലോ. ഏത് സമയത്താണ് മഴ വരാമെന്നറിയില്ല. ചില സമയം നല്ല കാലാവസ്ഥയായിരിക്കും, പിന്നെ പെട്ടെങ്ങനെയായിരിക്കും മൊത്തം കാലാവസ്ഥ മാറുന്നത്. അങ്ങനെ ഇത് പരത്തിയെടുക്കലാണ്. ഇതിപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല തടിയിൽ പരത്തിയെടുക്കാണ്ട് കുറച്ചൊന്ന് ഒരു നേരിയ രീതിയിൽ പരത്തിയെടുക്കണം. പിന്നെ നമ്മൾ വിരലിൻ്റെ അടിയാളില്ലേ, അത് അതിലിങ്ങനെ വരണമെന്നാണ് ഉമ്മ പറയുക. കാരണം മസാല എല്ലാം അതിലിങ്ങനെ ഒന്ന് തെന്നി മാറിപ്പോവാണ്ട് അതിൽ പിടിച്ച് നിൽക്കാൻ നല്ലതാണ്. പിന്നില്ലേ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തേങ്ങൻ്റെ ഈ മസാലൻ്റെ മിക്സ് അരക്കൂലേ, അപ്പോൾ അതിൽ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. കാരണം നമ്മൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നൈസാക്കിയിട്ടല്ലേ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം വെള്ളമായി ലൂസായി പോയാൽ അത് അവിടെ അങ്ങനെ നിൽക്കൂലല്ലോ, അതങ്ങ് മൊത്തം പുറത്തേക്ക് ഒലിച്ച് വരൂലേ. അപ്പോൾ മസാല എല്ലാം ഒരു ചെറിയ രീതിയിൽ നൈസായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അത് നല്ല രീതിയിൽ മസാല ആക്കി വെച്ചാൽ നൈസായിട്ടുള്ള പത്തിലല്ലേ, അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവില്ലേ. പിന്നെ നല്ലോണം അറ്റത്തേക്ക് പരത്തി കൊടുക്കാണ്ട് ഒന്ന് കുറച്ച് റൗണ്ടിൽ വിട്ടിട്ട് പരത്തി കൊടുക്കണം. പിന്നെ നമ്മളത് ഇങ്ങനെ മൂടി വരുമ്പോൾ പുറത്തേക്കെല്ലാം ആവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആക്കുമ്പോൾ അത് പുറത്തേക്ക് ആവാതിരിക്കാൻ കുറച്ചൊന്ന് വിട്ടിട്ട് മസാല വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരമോ സമയമെല്ലാം ഉള്ള സമയത്ത് ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് രാത്രി ആകുമ്പോൾക്ക് കുറച്ച് ഫ്രീ എല്ലാം ആകാൻ പറ്റില്ലേ. ഇതെല്ലാം നേരത്തെ വെച്ച് റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാത്രിയത്തെ സമയത്തെല്ലാം കുറച്ച് വേഗം ജോലിയെല്ലാം ഒന്ന് ഫ്രീ ആയ പോലെ ഉണ്ടാവും. സാധാരണ അധികവും ഉമ്മയെല്ലാം വൈകുന്നേരം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ രാത്രിത്തേക്ക്. നമ്മളെ പിയാപ്പിളമാർക്കെല്ലാം അധികവും ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ഐറ്റംസിലൊന്നാത്ത ഇത് മീനട നല്ല ടേസ്റ്റ് അല്ലേ. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇക്കാക്ക് മാത്രമാണ് ഇഷ്ടമല്ലാത്തത്, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതെല്ലാം ഞാൻ ആവി കയറ്റലാണ്. ഒരു അരമണിക്കൂറോളം ഇത് കുക്ക് ചെയ്യാൻ സമയം വേണ്ടി വരും. അങ്ങനെ മീനട റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ഈ മസാലേൻ്റെ ഇതിൻ്റെ എല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ നല്ല രസമല്ലേ. അതൊന്ന് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ച് നോക്കല. അപ്പോൾ എൻ്റെ അരിയത്തിന് എൻ്റെ മോളും ഉണ്ടേനു, ഓളും ഉമ്മ അനക്കും താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്കും കൊടുക്കല. ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷവും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.